അജുവിനടുക്കൽ നിന്ന് ഫിനു നേരെ പോയത് ദൂരെയുള്ള ഒരു മലമുകളിലേക്കായിരുന്നു. ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച ആ പ്രദേശം അവൾ ഒരുപാട് നേരം നോക്കി നിന്നു. സൂര്യൻ ദൂരേക്ക് മാഞ്ഞു തുടങ്ങിയപ്പോഴേക്കും ചന്ദ്രൻ എത്തി നോക്കിയിരുന്നു. ജീവിതം പോൽ പകൽ വെളിച്ചം മാഞ്ഞു അവിടെ മാകി ഇരുട്ട് പടർന്നിരുന്നു. അവളും ഒരു മരച്ചുവട്ടിലേക്കിരുന്നു. മനസ്സാകെ അസ്വസ്ഥമാണ്. സമയം മുന്നോട്ട് കുതിച്ചു വരുമ്പോൾ അവളുടെ ഓർമ്മകൾ പിന്നോട്ട് കുതിച്ചു. ഫ്ലാഷ് ബാക്ക്. ആദ്യമായി കോളേജിലേക്ക് പോകുന്നതിൻ്റെ എല്ലാവിധ ടെൻഷനും പേടിയും അവളിൽ നിറഞ്ഞു നിന്നിരുന്നു. ബസ് ഇറങ്ങി ചുറ്റും കണ്ണോടിച്ചവൾ വിശാലമായ കോളേജ് ക്യാമ്പസിലേക്ക് പ്രവേശിച്ചു. പേടിയോടെ ഓരോ ചുവടും അവൾ മുന്നോട്ട് വെച്ചു. ഒരു റാഗിങ് പേടിച്ചുള്ള നടപ്പാണ് കൊച്ചിൻ്റേത്. എന്നാൽ റാഗിങ് ഒന്നും കിട്ടാതെ തന്നെ ക്ലാസ്സിലെത്തിയതും ആശ്വാസത്തോടെ അവൾ ആഞ്ഞു ശ്വാസം വലിച്ചു. പണ്ടൊക്കെ കൊണ്ട് നമുക്ക് ലാസ്റ്റ് ബെഞ്ചിനോട് ഒരു പ്രത്യേക പ്രണയമായതുകൊണ്ട് തന്നെ നമ്മൾ അവിടേക്ക് ഓടി. ലാസ്റ്റ് ബെഞ്ചിൽ നമ്മളെ പോലെ തന്നെ ലാസ്റ്റ് ബെഞ്ചിനെ പ്രണയിക്കുന്ന വേറെയും 3 പേരുണ്ടായിരുന്നു. ഹായ്, നമ്മൾ ആ 3 പേർക്ക് നേരെയും കൈനീട്ടി 3 പേരെയും നോക്കി പുഞ്ചിരിച്ചു. എന്നാൽ അവർ നമ്മളെ നോക്കി പുച്ഛിച്ച് മുഖം തിരിച്ചു. ഓ ജാട, ഓർക്ക് നമ്മളോട് മിണ്ടാൻ താല്പര്യമില്ലേ? നമുക്കെന്താ, നമ്മളെ പോലൊരു നല്ല കുട്ടിയുമായി കൂട്ടുകൂടാൻ ഓർക്ക് ഭാഗ്യമല്ല, അത്ര തന്നെ. നമ്മൾ അവരെ പുച്ഛിച്ച് നേരെ ഇരുന്നപ്പോഴാണ് സെക്കന്മാരൊന്ന് നിരീക്ഷിക്കാമെന്ന് എൻ്റെ ഉൾമനസ്സ് വിളിച്ചു പറഞ്ഞത്. മനസ്സ് പറഞ്ഞാൽ പിന്നെ വേറൊരു അപ്പീലും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ കണ്ണ് ബോയ്സിൻ്റെ ആദ്യ ബെഞ്ചിൽ നിന്ന് തുടങ്ങി അവസാന ബെഞ്ചിലേക്ക് വന്നപ്പോഴാണ് ലാസ്റ്റ് ബെഞ്ചിലെ ചെക്കൻ നമ്മളെ നോക്കി ഇരിക്കുന്നത് കണ്ടേ. എന്താടെ നോക്കുന്നേ? നീ ഇന്നുവരെ പെൺപിള്ളേരെ കണ്ടിട്ടില്ലേ? നമ്മളൊന്ന് മെയിൻ ആവാനെന്നോണം അവനെ കളിപ്പിട്ട് നോക്കി. പെൺപിള്ളേരെ കണ്ടിട്ടൊക്കെ ഉണ്ട്, ബട്ട് നിന്നെപ്പോലൊരു അലവലാതിയെ ആദ്യമായിട്ട് കാണാണ്. ഈ 3 പെൺകുട്ടികൾ നിന്നെ പുച്ഛിച്ചതിന് നീ ഈ ക്ലാസ്സിലെ എല്ലാ ചെക്കന്മാരെയും ചോര ഊട്ടി കുടിച്ചല്ലോടി. അവൻ വാപൊത്തി ചിരിച്ചു പറഞ്ഞതും നമ്മളാകെ ചമ്മി നാറി. വായി നോക്കുമ്പോഴെങ്കിലും ചുറ്റുപാടൊന്ന് നോക്കണ്ട ഫിനു. ഇതിപ്പോ ആകെ ചമ്മി നാറി. ഫിനു ഒന്ന് തലക്കടിച്ച് അവനെ നോക്കി ചിരിച്ചു. ആക്ച്വലി ഞാൻ വായി നോക്കിയതല്ല. ഫിനു അവനെ നോക്കി ഇളിച്ചു. പിന്നെ അവൻ തിരിച്ചവളെ നോക്കി പിരികമുയർത്തി. അത് പിന്നെ കട്ട ചങ്ങായി കൂട്ടാൻ ഒരു ബടുക്കൂസിനെ തിരികയിനെ. എന്നിട്ട് കിട്ടിയോ? ചെക്കൻ വീണ്ടും പിരികമുയർത്തി നമ്മളെ നോക്കിയത്. നമ്മൾ എഴുന്നേറ്റ് അവൻ്റെ അടുത്ത് ചെന്നിരുന്നു. അവനാകെ കണ്ണും തള്ളി നമ്മളെ നോക്കിയിരിക്കുക. ആക്ച്വലി ഇത്രയും ആളുകൾക്കിടയിൽ നിന്ന് എനിക്കിഷ്ടമായത് തന്നെയാണ്. സോ പോരുന്നോ എൻ്റെ എല്ലാ പൊട്ടത്തനങ്ങൾക്കും കൂട്ടി നിൽക്കാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട്? ഫിനു അവനെ നോക്കി സൈറ്റ് അടിച്ചതും അവനൊന്ന് ചിരിച്ചു. അറ്റ്ലാസ് നീ എന്നെ പ്രണയിക്കുന്നു എന്നൊന്നും പറഞ്ഞ് വരില്ലല്ലോ അല്ലേ? അല്ല, എൻ്റെ ലുക്ക് കണ്ട് നീ വീണു പോയാലോ? അവനൊരു ബിൽഡപ്പിൽ ചോദിച്ചതും അവൾക്ക് ചിരി വന്നിരുന്നു. തനിക്ക് പറ്റിയ തൻ്റെ അതേപോലെ വട്ടുള്ള ഒരു ഐറ്റമാണ് അവനെന്ന് അവൾക്ക് മനസ്സിലായി. തുഫ്, കട്ട ചങ്കിനെ പ്രണയിക്കാനൊന്നും എന്നെ കിട്ടൂല. നമ്മളാൾ ഡീസൻ്റ് ആണ്. നമുക്ക് വേറെ ഒരാളെ പെരുത്തിഷ്ടമാണ് ചങ്കെ. ഫിനു കണ്ണുപൊത്തി അവനെ ഇടങ്ങണിട്ട് നോക്കി. അങ്ങനെയെങ്കിൽ അവനെ കാണുമ്പോൾ നമ്മളെ വഴിയിൽ ഉപേക്ഷിച്ച് നീ അവൻ്റെ ഒപ്പം പോവണ്ണേ? അവൻ്റെ ന്യായമായ സംശയം. ഒരിക്കലുമില്ല അർമാനെ, ഞാൻ അവനെ പ്രണയിക്കുന്നു എന്ന് അവന് പോലും അറിയില്ല. അത് ശരി, 1 സൈഡ് ലവ് ആണല്ലേ. എന്നിട്ട് അവൻ്റെ പേരെന്താ? അവൻ്റെ പേര് പോയിട്ട് അവൻ എവിടെ ഉള്ളതാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഡിഗ്രിക്ക് ഇവിടെ അഡ്മിഷൻ എടുക്കാൻ വന്നപ്പോൾ ഇവിടെ കണ്ടതാ ആ ഇക്കാനെ. ഒറ്റ നോട്ടത്തിൽ തന്നെ മൂപ്പർ എനിക്ക് ഇഷ്ടമായി. പക്ഷേ ഒറ്റ നോട്ടത്തിൽ ഒരാളോട് പ്രണയം തോന്നുക എന്ന് പറഞ്ഞാൽ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പ്രയാസം തോന്നി. പക്ഷേ അന്ന് ആ ഇക്കാനെ കണ്ടത് ഞാൻ മറക്കുകയല്ല. ഇപ്പോൾ ഉറങ്ങുമ്പോൾ പോലും ആ ഇക്കാൻ്റെ മുഖമാണ് മനസ്സ് മുഴുവൻ. ഇവിടുത്തെ പ്യൂണിനൊന്നുമല്ലല്ലോ അല്ലേ? ഫിനുവിൻ്റെ തുറിച്ചുനോട്ടം കാണാൻ ചുണ്ട് പൂട്ടി വെച്ചവൻ ചിരിയെ അടക്കാൻ ശ്രമിച്ചു. അല്ല, ഒരു മൊഞ്ചന. വെള്ള തുണിയും ബ്ലാക്ക് ഷർട്ടും ഇട്ട് കൂട്ടുകാർക്കൊപ്പം ഗ്രൗണ്ടിൽ നിൽക്കായിരുന്നു ആള്. ഉഫ്, എന്നാ ലുക്കാണെന്നോ? ഫിനു തൻ്റെ മൊഞ്ചനെ ഓർത്ത് നെഞ്ചിൽ കൈവച്ചു. ഹമ്പടി കേമി, നീ ആള് കൊള്ളാലോ. ഞാൻ സൂപ്പർ അല്ലടാ. അവളൊന്ന് കണ്ണു ചിമ്മി കാണിച്ചു. ഉവ്വ്. അല്ലടേ, നിനക്കെൻ്റെ പേരറിയണ്ടേ? വേണ്ട, ഞാൻ അന്നെ അർമാനെ എന്ന് വിളിക്കുന്നുണ്ട്. അവൾ അവനെ നോക്കി ഒന്ന് സൈറ്റ് അടിച്ചു. അതെന്താ അങ്ങനെ? എന്താ അർമാനിനൊരു കുഴപ്പം? നല്ല പേരല്ലേ? ആണല്ലോ. എന്നാലേ ഇന്ന് മുതൽ ഞാൻ നിന്നെ മറിയാമേന്ന് വിളിക്കാം. നിനക്കെവിടുന്ന എൻ്റെ പേരിൻ്റെ വാല് തന്നെ വിളിക്കാൻ കിട്ടിയേ? ഫിനു അർമാനെ നോക്കി ചുണ്ട് ചുളിച്ചിയതും അവൻ അവളുടെ തലയിലൊന്ന് കൊട്ടി. അവിടെ നിന്ന് അങ്ങോട്ട് മറിയാമയും അർമാനും ഉറ്റ കൂട്ടുകാരായിരുന്നു. കോളേജ് ലൈഫ് അവരൊന്നാകെ ആസ്വദിക്കുകയാണ്. ആ 3 ജാടകൾ ഇടയ്ക്കെല്ലാം നമ്മുടെ കൊച്ചിനെ തന്നെ നോക്കിയിരിക്കും. കാരണം ഫിനു എല്ലാവരോടും കൂട്ടുകൂടി എപ്പോഴും ചിരിച്ചും കളിച്ച് നടക്കുന്ന ഒരു കൊച്ചു സുന്ദരിയാണ്. കോളേജിലെ തന്നെ രാജകുമാരിയായി മാറാൻ പെട്ടെന്ന് അവൾക്ക് സാധിച്ചിരുന്നു. കൂടപ്പിറപ്പുകൾ ആരുമേ ഇല്ലാത്ത ഫിനുവിന് ഒരുപാട് കൂടപ്പിറപ്പുകളെ കോളേജിൽ നിന്ന് ലഭിച്ചിരുന്നു. ഫിനുവിൻ്റെയും അർമാൻ്റെയും കൂട്ടുകെട്ട് കണ്ട് അസൂയപ്പെടുന്നവരും ആ കോളേജിലുണ്ട്. ടീച്ചേഴ്സിനെല്ലാം പ്രിയപ്പെട്ടവളായി മാറിയിരുന്നു ഫിനു. എന്തുകൊണ്ടും ആ കോളേജ് ലൈഫ് ഫിനു നന്നായി ആസ്വദിച്ചു നടന്നു. ഒരുപാട് പ്രപ്പോസലുകൾ അവളെ തേടി വന്നെങ്കിലും അന്നൊരിക്കൽ ഒരു നോക്ക് കണ്ട ആ ഇക്കയായിരുന്നു അവളുടെ മനസ്സിൽ.
അങ്ങനെ ഇരിക്കെ കോളേജ് പഠനം ആരംഭിച്ചിട്ട് ഒരു മാസമായി. ഒരു ദിവസം ക്ലാസ്സും കഴിഞ്ഞ് ബസ്സും കാത്ത് സ്റ്റാൻഡിൽ നിന്നപ്പോഴാണ് ജ്യൂസ് കുടിക്കാൻ ഒരു മോഹം തോന്നിയത്. ഓൾറെഡി വീട്ടിലെത്തേണ്ട സമയം കഴിഞ്ഞത് കൊണ്ട് തന്നെ ഉപ്പാനെ വിളിച്ച് വൈകുമെന്ന് പറഞ്ഞവൾ സ്റ്റാൻഡിലെ ഒരു കൂൾ ബാറിലേക്ക് ചെന്നു. അന്നേരമാണ് കഴിഞ്ഞ ദിവസം നമ്മളെ പ്രപ്പോസ് ചെയ്ത ഒരു ഇക്കയും കൂടെ അവൻ്റെ ഫ്രണ്ട്സും വന്നത്. എന്തായി മോളെ, നീ ഈ ഷമീറിക്കാൻ്റെ ബീവിയായി പോരാൻ തീരുമാനിച്ചോ? അവനൊരു ചിരിയോടെ നമ്മളെ നോക്കി ചോദിച്ചതും നമ്മളൊരു പുഞ്ചിരിയോടെ അവനെ നോക്കി. ആക്ച്വലി ബ്രോ, എനിക്ക് നിങ്ങളെ ഇഷ്ടമായിട്ടില്ല. എന്താ പറയുക, ഞാൻ വിചാരിച്ച ആ ഒരു ഇത് ഇങ്ങൾക്കില്ല. എൻ്റെ മനസ്സ് കീഴ്പ്പെടുത്താൻ ഇങ്ങൾക്ക് സാധിച്ചിട്ടില്ല. അവളുടെ മറുപടി ഇഷ്ടപ്പെടാത്ത ഷമീർ അവളുടെ കൈ പിടിച്ച് വലിച്ച് അവളെ തന്നോട് ചേർത്ത് നിർത്തി. വിടടോ എന്നെ. പിന്നെ ദേഷ്യത്തോടെ അവനെ പിറകോട്ട് തള്ളാൻ ശ്രമിച്ചു. അതെന്താടെ, നിനക്കെന്നെ സ്നേഹിച്ചാൽ ഈ ഷമീർ നിന്നെ എൻ്റെതാക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടേ അത് നടന്നിരിക്കും. ഇനി അതല്ല, നിനക്ക് എൻ്റെ ഭാര്യയാവാൻ പറ്റില്ല എന്നാണെങ്കിൽ ഒരേ ഒരു ദിവസം നീ എനിക്ക് സഹകരിച്ച് തന്നാൽ മതി. പിന്നെ ഞാൻ നിന്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് നിന്റെ പിറകെ വരില്ല. തൻ്റെ മുഖത്തേക്ക് മുഖമണിപ്പിച്ച് ഒരു വഷളം ചിരിയാലെ പറഞ്ഞ് അവൻ്റെ വായിൽ നിന്ന് മദ്യത്തിൻ്റെ ഗന്ധം അടിച്ചതും തനിക്ക് ഛർദ്ദിക്കാനുണ്ടെന്നൊക്കെ തോന്നി. അവൻ്റെ വൃത്തികെട്ട നോട്ടത്തോടെയുള്ള സംസാരം കേൾക്കെ ദേഷ്യവും സങ്കടവും പേടിയും വെറുപ്പുമെല്ലാം ഒരേ നിമിഷം മനസ്സിലേക്ക് കടന്നു വന്നിരുന്നു. എന്നെ വിട്. കുതറി കളിച്ച് തൻ്റെ കയ്യിലെ പിടിമുറക്കിയതും തനിക്ക് വേദനിക്കാൻ തുടങ്ങിയിരുന്നു. ഒന്ന് അടങ്ങടി കൊച്ചേ, അവനൊന്ന് നിന്നെ കണ്ട് ആസ്വദിച്ചോട്ടെ. അവന് വേണ്ടി നീ ഒരു ദിവസം മാറ്റി വെക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി വേറൊരു ദിവസം മാറ്റി വെക്കണേ. തന്നെ അടിമുടി നോക്കി വഷളം ചിരിയോടെ അവൻ്റെ സുഹൃത്തിലൊരുത്തൻ പറഞ്ഞതും തൻ്റെ കണ്ണുകൾ നിറഞ്ഞു വിളിച്ചിരുന്നു. താനാണെങ്കിൽ കൂൾ ബാറിലായതുകൊണ്ട് തന്നെ നമ്മളെ അധികം ആരും കാണുന്നില്ല. സമയമാണെങ്കിൽ ഇരുട്ടി തുടങ്ങിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ കോളേജിലെ കുട്ടികൾ അവിടെ അങ്ങിങ്ങായ 1-2 ആളുകളേ ഉള്ളൂ. അവരാണെങ്കിൽ സ്റ്റാൻഡിലും. ആരെങ്കിലും ഒന്ന് കണ്ടിരുന്നാൽ അവർ നമ്മളെ രക്ഷിക്കുമായിരുന്നു. ഇതിപ്പോൾ ഏത് നേരത്താണോ എന്തോ ഒരു ജ്യൂസ് കുടിക്കാൻ തോന്നിയത്. ജ്യൂസ് കുടിക്കാൻ തോന്നിയ നിമിഷത്തെ പ്രാഗിയവൾ ഷമീറിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോഴാണ് സൈഡിൽ നിന്ന് ഷമീറിൻ്റെ കവിളിലേക്ക് ഒരാളുടെ കൈ നീണ്ടത്. അതോടൊപ്പം ഷമീറിൻ്റെ വേദനയോടെയുള്ള അലറലും അവിടെ പ്രതിധ്വനിച്ചിരുന്നു.